IC ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ നമ്മൾ മറന്നു പോകാത്തൊരു പേരുണ്ട്, NM വിജയൻ. ആ പേര് നമ്മൾ ഒരിക്കലും മറക്കരുത്. NM വിജയൻ്റെ കുടുംബം അവരുടെ NM വിജയൻ മരിച്ച ആ കേസിൽ പ്രതിപട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരനായി നിൽക്കുന്നത് IC ബാലകൃഷ്ണനാണ്. ആ കുടുംബത്തിന് പ്രിയങ്ക ഗാന്ധി വന്നു കൊടുത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പടക്കം ലംഘിച്ചുകൊണ്ടാണ് IC ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലാണ് അവർ. ജോഷ്ല എന്നോടൊപ്പം ഉണ്ട്. ജോഷ്ല, IC ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ആ വരവ് NM വിജയന്റെ കുടുംബത്തിന്റെ കണ്ണുനീരിൽ ചവിട്ടിയാണ്. അതാണ് പ്രധാനമായും അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുമോ? എന്താണ് ജോഷ്ല സാഹചര്യം? മനു, നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. IC ബാലകൃഷ്ണനെ ഇന്നലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു. എന്നാൽ പ്രിയങ്ക ഗാന്ധി അടക്കം ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഈ കുടുംബത്തിന് നൽകിയ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ കുറ്റാരോപിതരായത് അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തും എന്നുള്ളതാണ്. ആ കുറ്റാരോപിതരായവനെ തന്നെ, അതായത് ആ പ്രതിപട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ആളെ തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം വെക്കുകയാണ്. അതും AICC നേതൃത്വം ആണ് ഇത് തീരുമാനമെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുടുംബം തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. NM വിജയന്റെ മകൻ വിജേഷ് നമ്മുടെ കൂടെയുണ്ട്. ഏട്ടാ, IC ബാലകൃഷ്ണൻ വീണ്ടും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരികയാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം. എന്താണിപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്? 50 വർഷം പാർട്ടിക്ക് വേണ്ടി ഇത് ചെയ്ത് അച്ഛനെ അവർക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ആ മരണത്തിൽ പോലും അവർ നമ്മോട് കാണിച്ചതും ചെയ്തതും ഒക്കെ നമുക്കറിയാം. ഇപ്പോഴും നമ്മൾ മാത്രം ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. ഈ പറയുന്ന കോൺഗ്രസോ അവരാരോ നമ്മളെ കൂടെ ഒന്നിനും വന്നിട്ടില്ല. ഒരു കാര്യത്തിനും ഇന്നേ വരെ വന്നിട്ടില്ല. നമ്മൾ ഒരൊറ്റപ്പെട്ടൊരവസ്ഥയിലാണുള്ളത്. ഈ ജനങ്ങളാണെങ്കിൽ തീരുമാനിക്കേണ്ടത് അവർക്ക് NM വിജയൻ എന്തായിരുന്നു എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ. മനു, മകനാണ് പ്രതികരിച്ചത്. അതായത് IC ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല, ആരും ഇപ്പോൾ കൂടെയില്ല. എന്നാൽ ജനങ്ങൾ തീരുമാനിക്കും NM വിജയൻ അവർക്ക് ആരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കും എന്നാണ് വിജേഷ് ഞങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അവരുടെ മരുമകൾ പത്മജ കൂടെ നമ്മളുടെ കൂടെ ഉണ്ട്. അവർക്ക് ഇതിൻ്റെ എല്ലാ, അതായത് IC ബാലകൃഷ്ണൻ ഉണ്ടാക്കി വെച്ച, ഈ കുടുംബത്തിന് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഒക്കെ ഉണ്ടാക്കി വെച്ച കടബാധ്യതകളെ കുറിച്ചൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് പത്മജ. നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരാളാണ്. അവർ നമ്മുടെ കൂടെയുണ്ട്. പത്മജ, എന്താണ് അന്നത്തെ കടമൊക്കെ വീട്ടിയോ? അതല്ലെങ്കിൽ അന്ന് പ്രിയങ്ക വന്ന് കൈപിടിച്ച് പറഞ്ഞതാണ് നിങ്ങളോട്, അതൊക്കെ നേരത്തെ തന്നെ ഓർത്തെടുത്താണ്. ഇപ്പോഴെന്താണ് പറയാനുള്ളത് ഈ ഒരു തീരുമാനം വരുമ്പോൾ? തികച്ചും വേദനാജനകമാണ് ഇവരുടെ ഈ വാർത്ത. ഇവരിപ്പം വീണ്ടും IC ബാലകൃഷ്ണനെ തന്നെ ഇവിടെ MLA പോസ്റ്റിലേക്ക് വെച്ചു എന്ന് പറയുമ്പം എന്തോ അച്ഛന് മുൻപും പിൻപും എത്ര മരണങ്ങൾ ഇവിടെ ഉണ്ടായി. ഇതിൽ IC എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് എത്ര പേര് ചൂണ്ടിക്കാണിച്ചു, എത്ര അഴിമതിയിൽ ഇയാൾ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതേ ആളെ തന്നെ MLA ആയി വീണ്ടും വെക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ഒരു കോൺഗ്രസ് പാർട്ടി എന്നും ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളൂ. തുടക്കം മുതൽ, അച്ഛൻ്റെ മരണം മുതലേ ഈ കോൺഗ്രസ് പാർട്ടി ഈ IC ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഞങ്ങളെ ഒരു ശത്രുപക്ഷത്ത് വെക്കുകയും ചെയ്ത പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. 50 വർഷത്തോളം കാലം ഈ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് ഈ കോൺഗ്രസ് പാർട്ടി കൊന്നു കളഞ്ഞ മനുഷ്യനാണ് എൻ്റെ അച്ഛനും അനിയനും. അവർക്കൊരു നീതി, ആത്മാവിന് പോലും ഒരു നീതി നിഷേധമാണ് ഇപ്പം ഈ കോൺഗ്രസ് ഞങ്ങളോട് ചെയ്യുന്നത്. അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഭയമുണ്ട് IC ബാലകൃഷ്ണൻ വീണ്ടും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നാൽ. അത് എന്തുകൊണ്ടായിരുന്നു ആ കാര്യം? IC ബാലകൃഷ്ണൻ MLA എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്, ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത മന്ത്രി ഞാനാണെന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ അതിൻ്റെ ഒരു കനമുണ്ടായിരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ, മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു MLA പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ദ്രോഹങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. അവരുടെ സൈബർ ബുള്ളിങ്ങും, ഇന്നിപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ സൈബർ പോരാളികൾ വീണ്ടും ഇറങ്ങും. എന്നെ എത്രത്തോളം തേജോവധം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം അവർ ചെയ്യും. പക്ഷേ ഈ ചെയ്യുന്ന ആൾക്കാർ ഓർക്കേണ്ട ഒരു കാര്യം, അവരുടെ കുടുംബത്തിലാണ് ഇത് വന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. എത്രത്തോളം നമ്മളതിനെ വിഷമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ സൈബർ പോരാളികൾ ഒന്ന് മനസ്സിലാക്കണം. ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്?
ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പം എം പിമാർക്ക് MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഈ ഒരു കുന്നംപള്ളി അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ മാറ്റി നിർത്തി ഈ കോൺഗ്രസ്. എന്തുകൊണ്ട് ഈ പേര് വന്ന IC ബാലകൃഷ്ണൻ എന്തിനു വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? മറ്റുള്ളവരെന്തിനാണ് ICനെ ഭയക്കുന്നത്? IC ബാലകൃഷ്ണനെ വീണ്ടും നമ്മളുടെ MLA ഇവിടെ ബത്തേരിയിൽ ആക്കി കഴിഞ്ഞാൽ ബത്തേരിയിലെ ജനങ്ങൾ ഇത് വ്യക്തമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ICയുടെ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു, ജനം തീരുമാനിക്കുമെന്നുള്ളത്. ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം NM വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി എത്ര നിഷ്കളങ്കനും എത്ര നല്ല നേതാവുമായിരുന്നു എന്ന് ബത്തേരിയിലെ ജനങ്ങൾക്കറിയാം. ഈ 10-15 വർഷക്കാലം ഈ IC ബാലകൃഷ്ണൻ എന്താണ് ചെയ്തത്? ഇപ്പം കോൺഗ്രസ് കുടുംബത്തിനെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാതെ എത്ര കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തിന് വേണ്ടി മരിച്ചു വീണത്? എത്ര കൊലപാതകങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്? അതെല്ലാം ബത്തേരിയിലെ ജനങ്ങൾ ശക്തമായുള്ള മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങളോട്? കാരണം അച്ഛൻ്റെ കൂടെ ജനങ്ങളെ കണ്ടറിഞ്ഞ ചെറുപ്പത്തിലെ കണ്ട ആളായിരിക്കും നിങ്ങൾ. അച്ഛൻ ഒരു നേതാവായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ്റെ കൂടെ കൈപിടിച്ച് പോകുമ്പോഴൊക്കെ ഒരുപാട് പേരെ പരിചയം ഉണ്ടാവും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അച്ഛന് വേണ്ടി അച്ഛൻ ഈ ഒരു ഇതിലേക്ക് പോകേണ്ട ഒരാളല്ലായിരുന്നു. ഒരിക്കലും എന്നെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അച്ഛൻ പോകില്ലായിരുന്നു. പക്ഷെ അച്ഛൻ്റെ സാമ്പത്തികമായും ഇതൊക്കെ വെച്ചിട്ടാണ് അച്ഛൻ അത് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് അച്ഛൻ പോയത്. കൂടെ അവനെ കൂട്ടിയതിൻ്റെ കാരണം അവനങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. കാരണം അച്ഛനില്ലാതെ മുന്നോട്ടൊരു ജീവിതം അവനില്ല. അതുകൊണ്ട് മാത്രമാണ് അവനെയും കൂട്ടി പോയത്. ജനങ്ങളോട് എന്താ പറയുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായ സമയത്ത്? ഒരു കാരണവശാലും അച്ഛനെ വിചാരിച്ചിട്ട് ഇതിലൊരു തീരുമാനം, നല്ല രീതിയിലുള്ളൊരു തീരുമാനം കൈക്കൊള്ളണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നും ഒരു പാർട്ടിയിലേക്കും പോകാത്തത് എൻ്റെ അച്ഛനോടുള്ളൊരു ഇതുകൊണ്ടാണ്. കാരണം ഞാൻ പണ്ട് മുതലേ ഒരു ഇതിലേക്ക് ഇറങ്ങുന്ന ഒരാളല്ല. അങ്ങനെയാണ് എനിക്ക് മുന്നേ അച്ഛൻ്റെ വഴിയെ തന്നെ എനിക്ക് പോകാമായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. പക്ഷെ അച്ഛൻ ഇന്നും എനിക്കൊരു കാര്യമുണ്ട്, ഇന്നും എവിടെ ചെന്നാലും അച്ഛൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവരോട് എന്താ പറയുക? നിങ്ങൾ അച്ഛൻ്റെ കൂടെ നിൽക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനു, കുടുംബത്തിൻ്റെ നമുക്കറിയാം ഒരു കുടുംബം എത്രമാത്രം ഒരു നേതാവിനെ മാത്രമല്ല അവർക്ക് നഷ്ടപ്പെട്ടത്. നേതാവിൻ്റെ ഒരു തണലിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിന് അവർ പോകുമ്പോൾ, അച്ഛൻ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മനോവേദന അത് താങ്ങാനാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിന് കാരണക്കാരായവരെ അതേ പാർട്ടി തന്നെ നേതൃത്വത്തിലേക്ക് വീണ്ടും നിലനിർത്തുന്നു, സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വരുമ്പോൾ അവരുടെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി ജനങ്ങൾ തീരുമാനിക്കണം, അച്ഛനോടൊപ്പം നിൽക്കണം, NM വിജയനോടൊപ്പം നിൽക്കണം എന്നാണ് അവർക്ക് പറയാനുള്ളത്. മനു. ശരി, ജോഷ്ലയാണ് ഈ വിവരങ്ങൾ നമുക്ക് ഈ തത്സമയം നമ്മളോട് പങ്കുവച്ചത്. അച്ഛൻ്റെ ചോരയിൽ ചവിട്ടിയാണ് IC ബാലകൃഷ്ണൻ വീണ്ടും സ്ഥാനാർത്ഥിയായി അങ്ങോട്ടേക്ക് വരുന്നത് എന്നതാണ് പറയുന്നവർ ഏറ്റവും സങ്കടത്തോടെ.